ഹലോ എവരിവൺ, എല്ലാവർക്കും തെർമോഡൈനാമിക്സിൻ്റെ ജെഇ മെയിൻസ് സെഷൻ 1 കെമിസ്ട്രി ഡിസ്കഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജെഇ മെയിൻ 2025 പല ടേമിലായിട്ട് ചോദിച്ച തെർമോഡൈനാമിക്സിലെ എല്ലാ ക്വസ്റ്റ്യനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഓക്കെ, ദെൻ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ജനുവരി 22 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ലിക്വിഡ് വെൻ കെപ്റ്റ് ഇൻസൈഡ് എ തെർമലി insulated vessel at 25 degrees Celsius was mechanically stirred from outside. What will be the correct option for the following thermodynamic parameter? അതായത് നമ്മുടെ കയ്യിൽ ഒരു തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ സ്വാഭാവികമായിട്ടും എന്ത് നടക്കൂല, ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കൂല. അപ്പോൾ അവിടെ ക്യൂ എന്താണ്? ക്യൂ എന്തായാലും 0 ആണ് അല്ലേ? അത് നമുക്ക് പറഞ്ഞൂടെ, ക്യൂ 0 എന്ന് പറയാം. അപ്പം ക്യൂ എന്തായാലും 0 ആണ്. ദെൻ ഇനി അടുത്തത്, അതിനെ നമ്മൾ ആ പറയുന്ന വെസലിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു സ്റ്റിറർ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെക്കാനിക്കലി നമ്മളത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ഫോളോയിങ് തെർമോഡൈനാമിക് പാരാമീറ്റർ എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, തെർമലി ഇൻസുലേറ്റഡ് ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അതിലൊരു തർക്കമില്ല. ക്യൂ ഈക്വൽ ടു 0. ആൻഡ് ക്യൂ 0 ആണെങ്കിൽ നമുക്കറിയാം ഇതൊരു അഡയബാറ്റിക് പ്രോസസ്സാണ് ബേസിക്കലി അല്ലേ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇന്റേണൽ എനർജി ചേഞ്ച്, അതേപോലെ തന്നെ ഡബ്ല്യൂക്കൊക്കെ എന്താ സംഭവിക്കാന്ന്. എന്തായാലും ഞാനൊരു സ്റ്റിറർ വെച്ച് പുറത്തുനിന്ന് ഔട്ട്സൈഡ് ദ കണ്ടെയ്നർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഇളക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് നമ്മളെ സിസ്റ്റത്തിലോട്ടൊരു വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വർക്ക് ഡൺ ഈസ് പോസിറ്റീവ് അല്ലേ. സിസ്റ്റത്തിലോട്ട് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഹിയർ ക്യൂ ഈക്വൽ ടു 0 വിച്ച് മീൻസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് വരും. സോ നോ ദെൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡെൽറ്റ യു ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ യു പോസിറ്റീവ് ആണ്, കാരണം വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അപ്പം ഡെൽറ്റ യു ഗ്രേറ്റർ ദാൻ 0, ക്യൂ ഈക്വൽ ടു 0 ആൻഡ് വർക്ക് ഡൺ ഗ്രേറ്റർ ദാൻ 0. ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് കിടക്കാം. ദെൻ ജനുവരി 22 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് ആണെന്നുണ്ട്. മാത്ത് ദ ഫോളോയിങ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ സി പി ഉണ്ട്, സി വി ഉണ്ട്, അതേപോലെ തന്നെ മൈനസ് എൻട്രോപ്പി ഉണ്ട്, പിന്നെ വി ഉണ്ട്. ഇത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സി പിൻ്റെ സി വിൻ്റെ ഒക്കെ ഇക്വേഷൻ ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളാണ്. ദെൻ എന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സി പി അല്ലെങ്കിൽ സി വി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്യൂ പി നെറ്റ് അതേപോലെ തന്നെ ക്യൂ വി നെറ്റൊക്കെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യൂ പി അതായത് ഡി എച്ച് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി വിച്ച് വിൽ ബി ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി ആണ്. എസ് ഓണോ? എൻ സി പി ഡെൽറ്റ ടി. അങ്ങനെയാണെങ്കിൽ സി പി ഈക്വൽ ടു ക്യൂ പി ഡിവൈഡഡ് ബൈ ക്യൂ പി എന്ന് പറഞ്ഞാൽ ഡി എച്ച് ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ ടി എന്ന് വരും. എസ് ഓണോ? ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ ടി. ആൻഡ് ഹിയർ ദ നമ്പർ ഓഫ് മോൾസ്, നമുക്ക് ഇതിനെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി പകരം ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ഈ നമ്പർ ഓഫ് മോൾസ് തിങ് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടിക്ക് പകരം നമുക്ക് ഡി ടി എന്നിടാം. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്? സി പി ആണ്. അപ്പോൾ ഇവിടെ ഡി എച്ച് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിച്ച് വിൽ ബി ഈക്വൽ ടു സി പി. അതായത് ബി എവിടേക്ക് മാച്ചായി? 1 മാച്ചായി. ബി 1 മാച്ചായി. അപ്പോൾ എയ്തർ 1 അല്ലെങ്കിൽ 2 ആണ് നമ്മുടെ 1 3 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് ഡി എച്ച് ഉള്ള പോലെ തന്നെ നമുക്ക് ഡി യു പറയാം. ഡി യു ഈക്വൽ ടു ക്യൂ വി ആണ്. അങ്ങനെ ക്യൂ വി ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി ഓർ ക്യാപിറ്റൽ സി വി ഡെൽറ്റ ടി എന്ന് പറയാം. അപ്പോൾ നമുക്ക് സി വി ഈക്വൽ ടു ക്യൂ വി വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി യു ഡിവൈഡഡ് ബൈ എന്താണ്? ഡി ടി എന്ന് പറഞ്ഞൂടെ. അപ്പോൾ സി വി ഈക്വൽ ടു ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ദെൻ ഡി യു ഡിവൈഡഡ് ബൈ ഡി ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ഈക്വൽ ടു സി വി. അങ്ങനെയാണെങ്കിൽ ഡിൻ്റെ ആൻസർ 3 ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ദെൻ ഇനി ബാക്കി 2 ആൾക്കാരും കൂടി മൈനസ് എസും അതേപോലെ തന്നെ വി യു ആണ്. ഈ 2 പാരാമീറ്ററും നമ്മൾ നോക്കുമ്പോൾ ഇനി ബാക്കിയുള്ളത് ഡി ജി ബൈ ഡി ടി ആണ്. അതായത് ഗിബ്സ് ഫ്രീ എനർജീൻ്റെ ടേംസിലാണ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും ഉണ്ട്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ലിറ്റിൽ ബിറ്റ് എന്താണ്, നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം മാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ പറ്റും. കാരണം ഇത് കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ജെഇ പോലത്തെ എക്സാമിന് ഇതിമ്പോൾ നിങ്ങൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ഇത് എന്താണെന്ന് ആലോചിച്ചിരിക്കേണ്ട, നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷനിലൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ടുപോകാം.
ആൻഡ് അഗൈൻ നമ്മളിത് ഡിസ്കഷൻ പാർട്ടായതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ട് അത് വന്നൊന്നും കൂടി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഗിബ്സ് ഫ്രീ എനർജിൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. ഡെൽറ്റ ജി ഓർ ഡി ജി ഈക്വൽ ടു ഡി എച്ച് മൈനസ് ഡി ഓഫ് ടി എസ് എന്നാണ് ഇക്വേഷൻ അല്ലേ. അതായത് ജി ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ്. ഫ്രം ദിസ് നമുക്ക് ഡി ജി ഈക്വൽ ടു ഡി എച്ച് മൈനസ് ഡി ഓഫ് ടി എസ് എന്ന് എഴുതാം. ആൻഡ് ഫ്രം ദിസ് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ ഡി എച്ച് മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്ന് എഴുതി കൂടെ. എസ് ആണോ? എസ് ഡി ടി എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ ഡി എച്ചിന്, അതായത് ഡി എച്ചിന് നമ്മൾ ജസ്റ്റ് ഇവിടെ നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷൻ, ഒന്ന് എൻട്രോപ്പിൻ്റെ മാത്രം ടേമിലും ഒന്ന് വോളിയത്തിൻ്റെ ടേമിലുമാണ് കാര്യങ്ങൾ എന്ത് ചെയ്യണത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും ഈ മൊത്തം ഇക്വേഷന് നമ്മൾ എച്ചിനൊക്കെ ഒഴിവാക്കി ഉള്ള ഒരു ടേമിലോട്ട് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഡി എച്ചിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് എച്ച്? എച്ച് ഈക്വൽ ടു ഇൻറ്റേർണൽ എനർജി പ്ലസ് പി വി, അതായത് ഡി എച്ച് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഓഫ് പി വി ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി ആൻഡ് അത് ഞാനിവിടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുന്നു. ഡി എച്ചിന് പകരം നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് എസ് ഡി ടി മൈനസ് ടി ഡി എസ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ ഇക്വേഷൻ പോകുന്നത്. ആൻഡ് എഗെയിൻ ഇവിടെ യു ഉണ്ട്, ഡി യു യൂനിയും കൂടെ ഞാൻ ഒഴിവാക്കാൻ പോവാണ്. ആൻഡ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ആൻഡ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. അപ്പോൾ നമുക്ക് അത് നേരെ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കാം. ആൻഡ് എന്താണ് ക്യൂ? എടാ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു എൻട്രോപ്പി, എന്താ എൻട്രോപ്പിൻ്റെ ഇക്വേഷൻ? എൻട്രോപ്പി ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി ആണ്. അപ്പോൾ ക്യൂക്ക് പകരം എനിക്ക് ടി ഡെൽറ്റ എസ് എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇതിന് പകരം ഞാൻ ടി ഡി എസ് പ്ലസ് മൈനസ് പി ഡി വി, വർക്ക് ഡൺ ഇക്വേഷൻ മൈനസ് പി ഡി വി ആണ്. ഇത് ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായി? ടി ഡി എസ് മൈനസ് പി ഡി വി പ്ലസ് ഇതാണ് ഞാൻ ഇങ്ങോട്ട് കൊടുത്തത്, പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി മൈനസ് എസ് ഡി ടി മൈനസ് ടി ഡി എസ്. ഓക്കെ, ദെൻ പി ഡി വി ക്യാൻസലായി. പിന്നെ ആരാടാ? ടി ഡി എസ് ക്യാൻസലായി. ബാക്കി ആരാ ഉള്ളത്? ഡി ജി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ പഠിച്ചു വെക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ഡി ജി ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി. ഇനി ഇവിടെ നോക്ക്, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡി ജി ഈക്വൽ ടു, ഈ ടൈം ഇല്ലാണ്ടായി, കോൺസ്റ്റൻറ്റ് പ്രഷർ ആണെങ്കിൽ ഡി ജി ഈക്വൽ ടു എസ് ഡി ടി. ഓക്കെ, മൈനസ് എസ് ഡി ടി ആൻഡ് ഡി ജി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് എസ്. ഇതല്ല നമ്മുടെ സംഭവം. ഡി ജി ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് എസ്. ആൻഡ് ആൻസർ 2. ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ്, ഇനി അടുത്തത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ്. സോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഡി ജി ഈക്വൽ ടു വി ഡി പി ആൻഡ് ഡി ജി ബൈ ഡി പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഈക്വൽ ടു വി. ഓക്കെ, ദെൻ യെസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഓക്കെ, കൺസിഡറിങ് ദ ജനുവരി 22 ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡറിങ് ദ ഫോളോയിങ് കേസസ് ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ, ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് C2H6. ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ C2H6ൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. ആൻഡ് കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് ഓക്സിജൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ആൻഡ് H2O ഫോർമേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മോട് ചോദിച്ചിട്ടുള്ളത് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് C2H6. ഇതിന് രണ്ട് വകുപ്പുകളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ നമ്മളുടെ SS ലോ പ്രകാരം ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3 എന്ന് ഇടുക. എന്നിട്ട് ഇവൻ്റെ ഒരു ഫോർമേഷൻ ഇക്വേഷനും കൂടി എഴുതിയിട്ട് ആ ഇക്വേഷനെ എന്ത് ചെയ്യുക, ഇക്വേഷൻ്റെ ബാലൻസ് ജസ്റ്റ് സമ്മായിട്ട് എഴുതി നിങ്ങൾക്ക് നേരെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതർവൈസ് അല്ലെങ്കിലുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളുടെ ഒരു കമ്പസ്റ്റൻ ഇക്വേഷൻ അല്ലേ, ഈ ഒരു ഇക്വേഷൻ, ഇതിനെ ഞാനൊന്ന് ഷോക്കേസ് ചെയ്യാൻ പോകും. ഇവിടെ നോക്കട്ടോ, ഈ ഇക്വേഷൻ നോക്കിയേ. ഈ ഇക്വേഷൻ പ്രകാരം ഫ്രം ദിസ് ഇക്വേഷൻ ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഈക്വൽ ടു സം ഓഫ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. ഇങ്ങനെ എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ ഈ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ മൈനസ് 1550 ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ്, അപ്പോൾ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ്
3 into delta H formation of H2O, then minus delta H formation of C2H6, then O2 എന്താണ് ഒരു മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് അഗ്രിഗേഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ ഡെൽറ്റ എച്ച് ഫോർമേഷൻ നമ്മൾ 0 ആയിട്ട് എടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഇനഫ്, കഴിഞ്ഞു. ഇതിൽ നമുക്ക് വേണ്ടത് ഇവനെയാണ്. ഇവനെ മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി ഡെൽറ്റ, ഓക്കെ, മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ്, അപ്പോൾ ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് C2H6 ഈക്വൽ ടു 2 into delta H formation of carbon dioxide, which will be equal to minus 323.5 plus 3 into delta H formation of H2O minus 286, and ഇവനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ it becomes plus 1550. ഓക്കെ, പ്ലസ് 1550. അപ്പോൾ മൈനസ് 393 ഇൻറ്റു 2 786 അല്ലേ, 786 ആകുമ്പോൾ 787 മൈനസ് 787, ദെൻ 286 ഇൻറ്റു 3 18 24 25 2 2 3 6 858. അപ്പോൾ 858 786 14 9 14 8 8 16 1644 അല്ലേ വരിക. ഓക്കെ, അതെ. ഓക്കെ, 787 ഉണ്ടാവേ. 1645 ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും, പ്ലസ് 1550, വിച്ച് വിൽ ബി ഈക്വൽ ടു 95. സോ 95 ഈസ് അവർ ആൻസർ. അതായത് ഇത് 95 വരും. ഓക്കെ, ഇത് അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ നമ്പർ ഇടുക. ഇത് 1, ഇത് 2 ആൻഡ് ഇത് 3. ഇവിടെ C2H6 ഒരു എൻതാൽപ്പി ഫോർമേഷൻ, അതായത് 2 കാർബൺ പ്ലസ് 3 H2 ഗീവ് C2H6 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ SS ലോ പ്രകാരം ഇത് എഴുതാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദെൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാണ്. ജാനുവരി 23 ഷിഫ്റ്റ് 1ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഐസ് അറ്റ് -5 degrees Celsius ഈസ് ഹീറ്റഡ് ടു ബിക്കം വാപ്പർ വിത്ത് ടെമ്പറേച്ചർ ഓഫ് 110 degrees Celsius at atmospheric pressure. The entropy change associated with this process can be obtained from എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി എന്താണ്? എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോർഡർനെസ് ആണ്, അല്ലെങ്കിൽ റാൻഡംനെസ് ആണ്. എൻട്രോപ്പിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, അല്ലേ? ക്യൂ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ -5 ഡിഗ്രി സെൽഷ്യസിന് ഞാനൊരു എന്ത് ചെയ്യാണ്, ഐസിനെ ഹീറ്റ് ചെയ്ത് ഞാൻ 110 ഒരു വാപ്പറാക്കുകയാണ്. അപ്പം -5 ഡിഗ്രി സെൽഷ്യസിന് 0 ഡിഗ്രി സെൽഷ്യസിൽ വരെ എത്തുന്ന ഐസ് ഞാൻ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നുകൊണ്ട് തന്നെ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുകൊണ്ടുന്ന എന്ത് നമ്മളുടെ വാട്ടർ, അതാണ് എന്ത് ഫ്യൂഷൻ. അപ്പോൾ ഇനി 0 ഡിഗ്രി സെൽഷ്യസിന് 100 ഡിഗ്രി സെൽഷ്യസിൽ വരെ പോകുന്ന എന്താണ് വാട്ടർ. ദെൻ അതേപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്ത് വാപ്പർ ആകുന്ന വാട്ടർ. ദെൻ 100 ഡിഗ്രി സെൽഷ്യസ് വാപ്പർ 110 ഡിഗ്രി സെൽഷ്യസ് വാപ്പർ ആകുന്ന പ്രോസസ്സ്. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ആക്ച്വലി ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എഴുതുമ്പോൾ കണ്ടോ, ഐസ് എവിടുന്നടാ, ഐസ് ആകുന്ന ഇത് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇത് 0 ഡിഗ്രി സെൽഷ്യസിലോട്ട് എത്തുന്നു. ആൻഡ് ഇനി ഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്, അതായത് ഇവൻ വാട്ടർ ആകുന്നു അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, ദെൻ ഇനി ഈ വാട്ടർ എന്തായിട്ട് മാറുന്നു, വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറുന്നു. ആൻഡ് ഈ വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്തായിട്ട് മാറുന്നു, സ്റ്റീം ആയിട്ട് മാറുന്നു അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം എന്തായിട്ട് മാറുന്നു, സ്റ്റീം അറ്റ് 110 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നു. ഇത്രയും പ്രോസസ്സ് അവിടെ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്മുടെ പ്രോസസ്സിൽ ഇതാ ഇവിടുത്തെ എൻട്രോപ്പി, ഇവിടുത്തെ എൻട്രോപ്പി ഇങ്ങനെ ടോട്ടൽ ഈ എൻട്രോപ്പി ടേമുകളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഡ് ചെയ്യണം, അല്ലേ? അതായത് ടോട്ടൽ ഒരു 5 ടേമെങ്കിലും അവിടെ ഉണ്ടാവും. ദെൻ
ഇനി ഇവിടെ നോക്ക്, നമ്മൾ ആദ്യം ഐസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി ആണ്. ആൻഡ് ഹിയർ ദ എസ് ഈക്വൽ ടു ഇവിടുത്തെ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇവിടെ നോക്ക്, ഇവിടുത്തെ ക്യൂ നമ്മൾ എങ്ങനെ പറയാം, ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -5 ഡിഗ്രി സെൽഷ്യസിന് 0 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്ന എന്താണ് എൻട്രോപ്പിയാണ്. അപ്പോൾ അവിടുത്തെ ക്യൂവിനെ നമുക്ക് എന്ത് വിളിക്കാം, CP/T എന്ന് വിളിച്ചൂടെ. ഓക്കെ, സി പി ഡെൽറ്റ ടി എന്ന് വിളിക്കാം. ക്യൂ ഈക്വൽ ടു CP ഡെൽറ്റ ടി. കാരണം ഇവിടെ നോക്ക്, ഇവിടുത്തെ ഈ കപ്പാസിറ്റി CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു നമുക്ക് CP അല്ലെങ്കിൽ NCP ഡെൽറ്റ ടി എന്ന് വിളിക്കാം, ഓർ CP ഡെൽറ്റ ടി എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ആക്ച്വലി ദിസ് വിൽ ബി ഈക്വൽ ടു നമ്മളുടെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CP ഡെൽറ്റ ടി ആണ്. അപ്പോൾ CP ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എന്ത് വരും, T വരും. ആൻഡ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, കാരണം നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ -5 ഡിഗ്രി സെൽഷ്യസ് മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം 268 കെൽവിന്ന് 273 കെൽവിൻ വരെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇതാണ് ഒന്നാമത്തത്. അപ്പോൾ ഒന്നാമത്തെ ടേമായി. ഇനി രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, അവിടുത്തെ ഹീറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, നമ്മളുടെ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ, ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യടാ, T ചെയ്യുക. പ്ലസ് ഇനി അടുത്തത് ആരാണ്, നമ്മളെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസിന് വാട്ടർ എവിടേക്ക് എത്തുകയാണ്, 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുകയാണ്. സോ അവിടെ ഫേസ് ചേഞ്ച് ഇല്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ചേഞ്ച് ഉണ്ട്. അതായത് 0 നിന്ന് 100 എത്തുന്ന വരെ അവിടെ ഹീറ്റ് ചേഞ്ച് ഉണ്ട്. എഗെയിൻ നമ്മൾ എവിടെ മുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, 273 മുതൽ 373 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആൻഡ് ഇതേപോലത്തെ ഇക്വേഷൻ തന്നെ CP ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എന്ത് വരും, T വരും. ദെൻ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള എന്താവുന്നു, സ്റ്റീം ആവുന്നു. അപ്പോൾ അവിടെ അഗെയിൻ നമ്മൾ ഇതെന്താണ്, ഇത് ഫ്യൂഷനാണ്, ഇത് വാപ്പറൈസേഷൻ ആണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ഹീറ്റിന് പകരം, ക്യൂക്ക് പകരം നമുക്ക് ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ T ഓഫ് വാപ്പറൈസേഷൻ. ഓക്കെ, പ്ലസ് ഇനി ഒരു ടേമും കൂടി ഉണ്ട്. അഗെയിൻ ഇത് 373 100 ഡിഗ്രി സെൽഷ്യസിന് 110, അതായത് 383 പോകുന്നു. ആൻഡ് ദിസ് ഇസ് അഗെയിൻ CP ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ ഇത്രയും പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആൻസറിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ നോക്കാം. 268 to 273 CP ഇൻറ്റു MdT. ദെൻ ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ബൈ TF, ഡെൽറ്റ എച്ച് വാപ്പറൈസേഷൻ ബൈ TF. 273 to 373. ബട്ട് ഇവിടെ ബൈ T ഇല്ല, അതുകൊണ്ട് ഇത് നമ്മളുടെ ആൻസർ ആയിട്ട് വരില്ല. ദെൻ ഈ ഓപ്ഷൻ നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. സോ ഓപ്ഷൻ 2 ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ സിമ്പിളാണ്, കുറച്ച് ലെങ്തിയാണ്, കുറച്ച് ആലോചിക്കാനുണ്ടെന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല, ഒറ്റയടിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ പോവാം. അതായത് ഈ പറയുന്നത് നോക്കിക്കോ, -5 0 വരെയുള്ള എന്താണ് നമ്മളുടെ സോളിഡിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. ദെൻ ഇത് സോളിഡ് ടു ലിക്വിഡ് കൺവേർഷൻ ആണ്. ഇത് ലിക്വിഡിൻ്റെ 0 to 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചേഞ്ച് ആണ് ഇത്. ദെൻ ഇത് നമ്മളുടെ ലിക്വിഡ് വാപ്പർ ആകുന്ന ചേഞ്ച് ആണ്. ഇത് നമ്മളുടെ വാപ്പർ 100 നിന്ന് 110 എത്തുന്ന ചേഞ്ച് ആണ്. സോ ഓപ്ഷൻ 2 ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യന് 23 Jan ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആൻഡ് സ്റ്റാൻഡേർഡ് എൻട്രോപ്പി ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് N2O4 to NO2 ആർ 55 kJ per mole and 175 Joule per Kelvin per mole respectively. The standard free energy change for this reaction at 25 degrees Celsius is എന്നാണ് ചോദ്യം. അപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡെൽറ്റ G ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഡെൽറ്റ H 55 ഇൻറ്റു 10⁻³ ബിക്കോസ് കിലോ ജൂൾ ആണ്, മൈനസ് T ടെമ്പറേച്ചർ എത്രയാടാ 25 അഥവാ 298 കെൽവിൻ ആണ്, ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ വാല്യൂ എത്രയാ, ഡെൽറ്റ എസ് ഈക്വൽ ടു 175. ഓക്കെ, ദെൻ 298 ഇൻറ്റു 175. അപ്പോൾ ഏറ്റവും നല്ല പണി എന്ന് പറഞ്ഞാൽ 175 ഇൻറ്റു 3 ഞാൻ ചെയ്തു. അപ്പോൾ 3 5 15, 3 7 21, അപ്പോൾ 22, ഒരു 3 3 5 525 എന്ന് പറയുമ്പോൾ 2 0 കൂടി ഇടണം. ഇവിടെ നിന്ന് നമ്മൾ
എത്ര കുറക്കുക? 175 ആകുമ്പോൾ 300, ഒരു 350 അങ്ങ് കുറക്കുക. അപ്പോൾ 52 150 കിട്ടും. 52 150. അപ്പോൾ 55 മൈനസ് 52.15 ഇൻറ്റു 10⁻³ കോമൺ ആയിട്ടുണ്ടാവും. അപ്പോൾ 55 52.15 കുറച്ചാൽ 2.85 ഇൻറ്റു 10⁻³ ജൂൾ പെർ മോളാണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ, ദെൻ ഇവിടെ എന്തിലാണ് ചോദിച്ചിട്ടുള്ളത്? നിയറസ്റ്റ് ഇൻറ്റീജറിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് 28.5 ഒരു 0 കൂടി ജൂൾ മോൾ ഇൻവേഴ്സ്. ഓക്കെ, 2850 ഈസ് അവർ റൈറ്റ് ആൻസർ. 2850 ആണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, ദെൻ ഡെൽറ്റ എച്ച് ഉണ്ട്, ഡെൽറ്റ എസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, സ്പോണ്ടേനിറ്റി ഉണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ സ്പോണ്ടേനിറ്റി ഓഫ് റിയാക്ഷൻ ആർ റെപ്രസെൻറ്റഡ് ആസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചറിന് സ്പോണ്ടേനിറ്റിയിൽ എല്ലായ്പ്പോഴും എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. അത് ചില റിയാക്ഷന് എല്ലാ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ആ പെർട്ടിക്കുലർ റിയാക്ഷനിൽ ടെമ്പറേച്ചറിന് സ്പോണ്ടേനിറ്റി ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ചില റിയാക്ഷൻ എല്ലാ ടെമ്പറേച്ചറിലും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ആ പെർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷനിലും സ്പോണ്ടേനിറ്റിയും ടെമ്പറേച്ചറും യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷനിൽ ടെമ്പറേച്ചറിന് എന്തുണ്ട്? റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ജി ഒരു റിയാക്ഷൻ ഒരു ഹയർ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസും ലോവർ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസ് ആവുന്ന കേസുകളുണ്ട്. അതേപോലെ തന്നെ ഹയർ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസും ലോവർ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആകുന്ന കേസുകളുണ്ട്. ഇങ്ങനത്തെ രണ്ട് കേസിൽ മാത്രമാണ് സ്പോണ്ടേനിയസ്. അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആകെ നമ്മൾ ചിന്തിക്കുക ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് തെറ്റെന്ന്. പക്ഷെ അതല്ല അവർ ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ക്ലാസ്സിൽ ഏതിനാണ് ടെമ്പറേച്ചറും അതേപോലെ തന്നെ സ്പോണ്ടേനിറ്റിയും റിലേഷൻഷിപ്പ് ഉള്ളതെന്നാണ്. അപ്പം നമുക്ക് ഓരോന്ന് എടുത്തു നോക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിബ്സ് ഫ്രീ എനർജിനെ കൊണ്ടുവരണം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഇത് ആദ്യം റിലേഷൻഷിപ്പ് ഇല്ലാത്ത രണ്ടാൾക്കാർ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണല്ലോ ഒരു സിസ്റ്റം സ്പോണ്ടേനിയസ് ആവുക. അതിന് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയാലും ഡെൽറ്റ എസ് പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് ഇനി ടെമ്പറേച്ചർ ഏതെന്നെ ആയിക്കോട്ടെ എല്ലാ ടെമ്പറേച്ചറിലും ഈ സിസ്റ്റം എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുക, ദെൻ ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുക. അതായത് ഈ പറയുന്ന പെർട്ടിക്കുലർ റിയാക്ഷൻ അറ്റ് എനി ടെമ്പറേച്ചർ സ്പോണ്ടേനിയസ് ആണ്. അതായത് ഈ റിയാക്ഷനും ടെമ്പറേച്ചറും തമ്മിൽ യാതൊരുവിധ എഫക്റ്റും ഇല്ല അല്ലെങ്കിൽ ബന്ധവും ഇല്ല എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കാറ്റഗറി, ഇപ്പോൾ സപ്പോസ് ഡെൽറ്റ ജി എനിക്ക് പോസിറ്റീവ് ആക്കണം. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയാലോ അല്ലെങ്കിൽ ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയാലോ ഈ റിയാക്ഷൻ എല്ലാ ടെമ്പറേച്ചറിലും നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇതാ ഇവിടെ നോക്കിയേ, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് നെഗറ്റീവ് അറ്റ് എനി ടെമ്പറേച്ചർ ദിസ് റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ്. അതായത് ഇവൻ എല്ലാ ടെമ്പറേച്ചറിലും നോൺ സ്പോണ്ടേനിയസ് ആണ്. അവിടെ ടെമ്പറേച്ചറിന് എഫക്റ്റ് ഇല്ല. അത് രണ്ടും നമ്മൾ ആൻസർ ആയിട്ട് വരില്ല. ഓക്കെ, ദെൻ ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് എന്താ സംഭവിക്കുക നോക്കിട്ടോ. ഇത് പോസിറ്റീവ്, ഓക്കെ വെയിറ്റ്, ഇത് പോസിറ്റീവ്. ഇനി ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം വല്ലാണ്ട് അങ്ങ് കൂടണം. ബിക്കോസ് നെഗറ്റീവ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ വല്ലാണ്ട് ഹൈ ആയാൽ മാത്രമേ ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്ക്, ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആണെന്നാണ്. അതായിക്കോട്ടെ, അത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈ ചങ്ങായിമാർ പറഞ്ഞ തെറ്റാ. കാരണം ലോ ടെമ്പറേച്ചറിൽ ആക്ച്വലി ഈ പറയുന്ന ടോട്ടൽ വാല്യൂ കുറയും. ഈ ടോട്ടൽ വാല്യൂ കുറഞ്ഞ ഡെൽറ്റ ജി പോസിറ്റീവ് ആവാനുള്ള ചാൻസാണ് കൂടുന്നത്. കാരണം ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ആ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്ര നമുക്കറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും ലോ ടെമ്പറേച്ചറിൽ ഇത് ഇവന്മാർ ഉദ്ദേശിച്ചിട്ടുള്ള ലോ ടെമ്പറേച്ചർ ഏതാ നമുക്കറിയില്ല. പക്ഷെ ഇത്രേ ഉള്ളൂ, ഈ പറയുന്ന പെർട്ടിക്കുലർ കേസിൽ ടെമ്പറേച്ചറിന് എഫക്റ്റ് ഉണ്ട്. യെസ്, ദാറ്റ്സ് ഓൾ. അല്ലാണ്ട് ഇവർ ഈ പറഞ്ഞ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ നിങ്ങൾ നോക്കണ്ട. അവിടെ എഫക്റ്റ് ഉണ്ടോ? യെസ്, എഫക്റ്റ് ഉണ്ട്. ഇനി അടുത്തത് ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ, ഇത് നെഗറ്റീവ്, ഇവനും നെഗറ്റീവ് ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഈ വാല്യൂ നെഗറ്റീവ് ആയിപ്പോയി. നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് ഇത് പോസിറ്റീവാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന റിയാക്ഷൻ ലോവർ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും, ഹയർ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അപ്പോൾ ഇവന്മാർ അതാ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ലോ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസ്. ഇവന്മാർ ഉദ്ദേശിച്ച് തെറ്റാണ്, ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് ഏതാണ് ടെമ്പറേച്ചർ എന്ന് അറിയില്ല. ഇവർ ഡിഫൈൻ ചെയ്യണ ലോ ടെമ്പറേച്ചർ എത്രയാണ്. ഇവർ ചിലപ്പോൾ രണ്ട് ടെമ്പറേച്ചർ കമ്പോവിന് ഒന്ന് 1000 Kelvin ഒന്ന് 10,000 Kelvin ആണെങ്കിൽ ഈ 1000 Kelvin ലോ ടെമ്പറേച്ചർ ആണ്. അപ്പം അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇനി അതല്ല നമ്മൾ പറയുന്ന പോലെ ലോ ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചർ കമ്പാരിസൺ പറഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാലും കുഴപ്പമില്ല. ആ പെർട്ടിക്കുലർ കണ്ടീഷനിൽ ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻസി ഉണ്ട്. സോ ഇത് രണ്ടും ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻസി ഉള്ളതാണ്. സോ ബി ആൻഡ് സി ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടോ? അല്ലാണ്ട് അവർ ചോദിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റോ റൈറ്റ് സ്റ്റേറ്റ്മെന്റോ അല്ല. ഓക്കെ, ഏതാണോ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കണ്ടീഷൻ, ദാറ്റ്സ് ഓൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. The bond dissociation enthalpy X2 bond dissociation calculated from the given data is dash kilojoule per mole. ഓക്കെ, ദെൻ ഇവിടെ എം എക്സ് എം പ്ലസും എക്സ് മൈനസും ആവുന്ന ലാറ്റിസ് എൻതാൽപ്പി തന്നിട്ടുണ്ട്. ദെൻ സബ്ലിമേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. എം പ്ലസ് ആവുകയാണ്, എം പ്ലസ് ആവുക എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ദെൻ എക്സിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഇവരുടെ എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. ദെൻ എം എക്സ് ഇസ് എ പ്യുവർ അയണിക് കോമ്പൗണ്ട്. ഓക്കെ, ദെൻ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാനുള്ള ഒരു ഡാറ്റ അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അവിടുന്ന് ബോണ്ട് എൻതാൽപ്പിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോൺ-ഹേബർ സൈക്കിളാണ് യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ. ബോൺ-ഹേബർ സൈക്കിൾ പ്രകാരം നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈ ഇക്വേഷൻ അങ്ങ് എടുത്ത് എഴുതുക എന്നുള്ളതാണ് നമ്മളെ പണി. അപ്പോൾ ഇവിടെ ദിസ് ഇസ് എം സോളിഡ്, this is m solid and this is half x2 gas will give mx solid. Okay, then ഈ എൻതാൽപ്പി ഞാൻ ഡയറക്ട്ലി എടുത്ത് എഴുതാണ്, ഇറ്റ് ഈസ് -400. ഓക്കെ, ദെൻ ഇനി അടുത്തത് എം സോളിഡിനെ എനിക്ക് എം ഗ്യാസ് ആക്കണം. എം സോളിഡിനെ എനിക്ക് എം ഗ്യാസ് ആക്കണം. എം സോളിഡ് എം ഗ്യാസ് ആക്കുന്ന സബ്ലിമേഷൻ എൻതാൽപ്പി 100 kJ/mol ആണ്. ആൻഡ് ഈ x2ൻ്റെ ബോണ്ട് പൊട്ടിച്ചിട്ട് എനിക്ക് എക്സ് ഉണ്ടാക്കണം. ആൻഡ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ, ബോണ്ട് എൻതാൽപ്പി ഓഫ് x2. പക്ഷേ ഇവിടെ ഹാഫ് x2ൻ്റെയാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് കിട്ടേണ്ടത് x2ൻ്റെ ബോണ്ട് എൻതാൽപ്പി ആണെങ്കിൽ അതിൻ്റെ പകുതി മതി. അപ്പോൾ x/2 കിട്ടും. നമുക്ക് കിട്ടേണ്ടത് എക്സ് ആണ്, നമ്മൾ ആൻസർ എക്സ് ആണ്, പക്ഷെ നമ്മൾ അവിടെ എടുക്കേണ്ടത് x/2 ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഓൾസോ ഗ്യാസ്. ഓക്കെ, ഇനി എം ഗ്യാസിനെ എനിക്ക് എന്താക്കി മാറ്റണം, എം പ്ലസ് ഗ്യാസ് ആക്കി മാറ്റണം. ആൻഡ് ദിസ് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി ഇത് 500 തന്നിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എക്സ് മൈനസ് ഗ്യാസ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി -300 തന്നിട്ടുണ്ട്. ആൻഡ് ഇവരെ കമ്പൈൻ ചെയ്തിട്ട് എം പ്ലസ് ഗ്യാസും എക്സ് മൈനസ് ഗ്യാസും കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി. ഓക്കെ, എം എക്സ് പൊട്ടിയാൽ 800, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ -800. ആൻഡ് അക്കോർഡിംഗ് ടു ബോൺ-ഹേബർ സൈക്കിൾ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹെസ്സസ് ലോ ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അതിൻ്റെ എൻതാൽപ്പി ഫോർമേഷൻ സെയിം ആണ്. വിച്ച് മീൻസ് ദിസ് -400 ഈക്വൽ ടു 100 പ്ലസ് x/2 പ്ലസ് 500 -300 -800. ആണോ? ദെൻ അങ്ങനെയാണെങ്കിൽ ദിസ് x/2 ഈക്വൽ ടു -400. ഓക്കെ, -100 -500 പ്ലസ് 300 പ്ലസ് 800. ഓക്കെ, ദെൻ ഇതെല്ലാം കൂടി എത്ര വന്നോടാ, -1900 വന്നു. ഇതെല്ലാം കൂടി പ്ലസ് 1100 വന്നു. യെസ് ആണോ? ദെൻ അങ്ങനെയാണെങ്കിൽ സോറി 1000 അല്ലേ വരും, സോറി, -1000 പ്ലസ് 1100 ആൻഡ് ദിസ് ഇസ് 100. അപ്പോൾ എക്സ് എത്ര വരും, 100 × 2 ഇറ്റ്സ് ഈക്വൽ ടു 200 kJ/mol. ഓക്കെ, ആൻഡ് ദ ആൻസർ ഈസ് ഈക്വൽ ടു 200. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. ദെൻ ആൻസറായി. അടുത്ത ക്വസ്റ്റിലോട്ട് എടുക്കാം. Question number 8, Jan 24 shift 1 question ആണ്. Let us consider an endothermic reaction which is non-spontaneous at freezing point of water. However, the reaction is spontaneous at boiling point of water. അതായത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടറിൽ
ഐ മീൻ ലോ ടെമ്പറേച്ചറിൽ ഈ റിയാക്ഷൻ എന്താണ്, നോൺ സ്പോണ്ടേനിയസ് ആണ്. ആൻഡ് ഹൈ ടെമ്പറേച്ചറിൽ, അതായത് ബോയിലിംഗ് പോയിന്റിൽ, വിച്ച് മീൻസ് 100 ഡിഗ്രി സെൽഷ്യസിൽ, ഇത് 0 ഡിഗ്രി സെൽഷ്യസിൽ ഈ റിയാക്ഷൻ എന്താണ്, സ്പോണ്ടേനിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസിൻ്റെയും ബന്ധമാണ് നോക്കണം. ദിസ് ഇസ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദെൻ നമുക്കറിയാം ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഒരിക്കലും വരില്ല. ഈ കണ്ടീഷൻ നിങ്ങൾ നോക്കേ വേണ്ട. ദെൻ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, രണ്ടാൾക്കാർ നെഗറ്റീവ് ആയിരിച്ചോ. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ആൻഡ് ഇവിടെ നോക്ക്, നെഗറ്റീവും പോസിറ്റീവ് വാല്യൂ വരിക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലോവർ ടെമ്പറേച്ചറിൽ ഈ വാല്യൂ, പോസിറ്റീവ് വാല്യൂ നന്നായിട്ട് കുറയും. അപ്പോൾ സ്പോണ്ടേനിയസ് ആണ്. ലോവർ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഇതും വരില്ല. ദെൻ ഇനി നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുത്ത് നോക്ക്, ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടെ എന്തായി, നെഗറ്റീവായി. ദെൻ പോസിറ്റീവ് വാല്യൂ കൂടണമെന്നുണ്ടെങ്കിൽ ഹൈ ടെമ്പറേച്ചർ, കണ്ടോ. അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ ദിസ് വാല്യൂ ബിക്കംസ് എ മോർ നെഗറ്റീവ് വാല്യൂ, ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, സ്പോണ്ടേനിയസ്. ലോവർ ടെമ്പറേച്ചറിൽ പോസിറ്റീവ് വാല്യൂ എന്ത് ചെയ്യും, പ്രിഡോമിനൻ്റ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നോൺ സ്പോണ്ടേനിയസ് ആവും. സോ ഈ കണ്ടീഷൻ കറക്റ്റ് ആണ്. ദിസ് ഈസ് അവർ കണ്ടീഷൻ. അതായത് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും എന്താവുക, പോസിറ്റീവ് ആവുക. സോ ഓപ്ഷൻ 4 ഈസ് അവർ ആൻസർ. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. Then next question number 9. The standard entropies of x2, y2, xy5 are 70, 50 and 110 joule Kelvin inverse, mole inverse respectively. The temperature in Kelvin at which the reaction of x2 plus 5 by 2 y2 gives xy5 where delta h equal to minus 35 will be at equilibrium. യെസ്. ഓക്കെ. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാവുന്ന ടെമ്പറേച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. എടാ ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു -35 കിലോ ജൂൾ പെർ മോൾ. ദെൻ നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലാവുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി ബിക്കം 0, അതായത് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ടി ഡെൽറ്റ എസിന് വരും. ആൻഡ് ടി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എച്ച് കിട്ടി, ഇനി ഡെൽറ്റ എസും കൂടെ കണ്ടുപിടിക്കണം. ദെൻ അക്കോർഡിംഗ് ടു ഫ്രം ദിസ് ഇക്വേഷൻ നമുക്കറിയാം entropy of reaction equal to standard entropy of product minus sum of entropy of reactant ആണ്. ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ xy5 മാത്രമേ ഉള്ളൂ. അവൻ്റെ എൻട്രോപ്പി 110 ആണ്. മൈനസ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു x2ൻ്റെ എൻട്രോപ്പി എത്രയാടാ, 70 പ്ലസ് 5/2 ഇൻറ്റു എൻട്രോപ്പി ഓഫ് y2ൻ്റെ എൻട്രോപ്പി എത്രയാടാ, 50. ഓക്കെ. അതായത് 110 മൈനസ് 35 പ്ലസ് ഇത് എത്രയാടാ, 5 5 25, 250, 125. അപ്പോൾ 110 മൈനസ് ഇതെത്ര, 35 25, 160. സോ ഇറ്റ്സ് ഈക്വൽ ടു -50 അല്ലേ. entropy -50. And from this equation t equal to delta h by delta s. ഇത് ജൂൾ, ഇത് കിലോ ജൂളിലാണ്. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ -35 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ -50. ഓക്കെ. ഇതും ക്യാൻസലായി. അങ്ങനെയാണെങ്കിൽ 235 70 700 കെൽവിൻ ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ. 700 കെൽവിൻ ആണ് നമ്മുടെ ആൻസർ വരിക. ആ ടെമ്പറേച്ചറിൽ ആ സിസ്റ്റം എന്തിലായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following mixing of 1 molar base and 1 molar acid leads to the largest increase in temperature? ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. എപ്പോഴാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ടെമ്പറേച്ചർ കൂടുക, ആ സിസ്റ്റം എക്സോതെർമിക് ആണെങ്കിൽ നമുക്കറിയാം ധാരാളം ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു 1 മോളാർ ബേസും 1 മോളാർ ആസിഡും കൂടി ഞാൻ മിക്സ് ചെയ്യാണ്. നമുക്കറിയാം ആസിഡും ബേസും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അവിടെ സംഭവിക്കുക ന്യൂട്രലൈസേഷൻ ആണ്. ആൻഡ് ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും ഇക്വിമോളാർ 1 മോൾ സ്ട്രോങ് ആസിഡും അല്ലെങ്കിൽ 1 ഗ്രാം ഇക്വലന്റ് സ്ട്രോങ് ആസിഡും 1 ഗ്രാം ഇക്വലന്റ് സ്ട്രോങ് ബേസും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 57.1 കിലോ ജൂൾ പെർ ഇക്വലന്റ് എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഇതാണ് ഒരു ആസിഡ് ബേസ് റിയാക്ഷനിലെ
ഏറ്റവും ഹയസ്റ്റ് റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഇക്വലന്റ് ഓഫ് ആസിഡും ബേസും നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. ആൻഡ് ഇത് 2 ഈക്വലന്റ് ആകുമ്പോൾ 2 ടൈംസ് ആവും, ദെൻ 10 ഈക്വലന്റ് ആകുമ്പോൾ 10 ടൈംസ് ആവും, ഇങ്ങനെ പോകും. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും മിക്സ് ചെയ്യുമ്പോഴാണ് ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ ഏറ്റവും മാക്സിമം, അന്നേരമായിരിക്കും ഏറ്റവും കൂടുതൽ എനർജി ലിബറേറ്റ് ചെയ്യുക, വിച്ച് മീൻസ് ടെമ്പറേച്ചർ ഏറ്റവും നന്നായിട്ട് കൂടുക. ഇവിടെ CH3COHും NaOHും ഇറ്റ് ഈസ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, അപ്പോൾ അവനെ ഞാൻ ആദ്യം ഒഴിവാക്കി. ആൻഡ് അഗെയിൻ വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് ഒഴിവാക്കി. ദിസ് ഇസ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്. പക്ഷെ അതിലിനി ആരായിരിക്കും നെറ്റ് എഫക്ട്? ഇവിടെ HCl NaOH ഒക്കെ എൻ ഫാക്ടർ 1 ആണ്, ബിക്കോസ് അവരൊക്കെ മോണോ പ്രോട്ടിക് ആസിഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 30 ml HCl റിയാക്ട് ചെയ്യാൻ 30 ml NaOH ഉണ്ട്, രണ്ടാളുടെയും മൊളാരിറ്റി സെയിം ആണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 ml NaOH 30 ml HCl കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യും. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇവിടെ 50 ml HCl ഉണ്ടായിരിക്കും, 20 ml മാത്രമേ NaOH ഉള്ളൂ. അതായത് HCl കൂടിയോണ്ട് കാര്യമില്ല, 20 ml NaOH റിയാക്ട് ചെയ്യാൻ വെറും 20 ml HCl മതി, ബാക്കി 30 ml അവിടെ എക്സസ് ആയിട്ട് വെറുതെ കിടക്കും, അവനെ കൊണ്ട് ഒരു തരത്തിലും ഇല്ല. അപ്പൊ 30 ml HCl 20 ml HClഉം NaOHും കമ്പൈൻ ചെയ്യുന്നതാണോ ഇവിടെ, 30 ml HClഉം 30 ml NaOHും കമ്പൈൻ ചെയ്യുന്നതാണോ, 20 ml HClഉം 20 ml NaOHും കൺസ്യൂം ചെയ്യുന്നതാണോ ഏറ്റവും കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യുക? ഓഫ് കോഴ്സ് മോർ ദ വോളിയം, മോർ ദ നമ്പർ ഓഫ് മോൾസ്, മോർ ദ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. വേറെ ഒന്നും നോക്കണ്ട. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. Jan 24 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. സൾഫർ പ്ലസ് 3/2 O2 ഗീവ്സ് SO3 പ്ലസ് 2x കിലോ കലോറി. അതായത് ഇവിടെ ഈ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ദ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് XO2 ഈസ് ഗിവൺ ബൈ, ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO2 ഈസ് ഗിവൺ ബൈ എന്നാണ് ചോദ്യം. ഇവിടെ നമുക്കറിയാം ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO2 എന്ന് പറഞ്ഞാൽ ഇത് സൾഫർ പ്ലസ് എന്താണ് O2 ഗീവ്സ് SO2. ഇത് നമുക്ക് വേണ്ട ഇക്വേഷൻ ആണ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് വിചാരിച്ചോ. ദെൻ ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ നമുക്കറിയാം സൾഫർ ഈസ് വൺ ഓഫ് ദ റിയാക്ടന്റ്, അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1. ദെൻ ഇവിടെ O2 നിങ്ങൾ നോക്കണ്ട, എല്ലായിടത്തും O2 ഉണ്ട്. ദെൻ SO2 നമുക്ക് നോക്കാം. SO2 നമുക്ക് പ്രൊഡക്റ്റ് സൈഡിൽ കിട്ടണം, അപ്പോൾ മൈനസ് ഓഫ് ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ മതി. ആൻഡ് ഹിയർ ദ enthalpy of reaction, delta H reaction or delta H formation of SO2 ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അവിടുത്തെ എനർജി എത്രയാടാ 2x കിലോ കലോറി. പക്ഷെ നിങ്ങൾ നോക്കണം, ഇത് ഇവിടെ 2x കിലോ കലോറി ഓഫ് ഹീറ്റ് ഇൻ ടുവേർഡ്സ് എന്താണ് പ്രൊഡക്റ്റ് സൈഡിലാണ്. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുന്ന എനർജിയാണ്, റിലീസ് ചെയ്യുന്ന എനർജി ഈസ് ഈക്വൽ ടു -2x. അതായത് ഇതിൻ്റെ ഡെൽറ്റ എച്ച് നമ്മൾ എഴുതുമ്പോൾ -2x എന്ന് എഴുതുക, ഇവിടുത്തെ ഡെൽറ്റ എച്ച് എഴുതുമ്പോൾ -y എന്ന് എഴുതുക. അപ്പോൾ -2x -y, so this will be equal to y -2x. y -2x is the right answer, option 2. Okay, it is very simple, it's very simple. Then അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. Jan 28 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ. ഐസ് ആൻഡ് വാട്ടർ ആർ പ്ലേസ്ഡ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ അറ്റ് എ പ്രഷർ ഓഫ് 1 atm ആൻഡ് ടെമ്പറേച്ചർ 273.15 Kelvin. അതായത് നമ്മുടെ കയ്യിൽ ഒരു കണ്ടെയ്നറിൽ ക്ലോസ്ഡ് കണ്ടെയ്നർ ഉണ്ട്, ഇവിടെ ഐസും ഉണ്ട്, അതേപോലെ തന്നെ ആരും ഉണ്ട്, വാട്ടറും ഉണ്ട്. പ്രഷർ 1 atm ആണ്, ടെമ്പറേച്ചർ 273.15 Kelvin ആണ്. ഇഫ് പ്രഷർ ഓഫ് സിസ്റ്റം ഈസ് ഇൻക്രീസ്ഡ് 2 times, നമ്മൾ പ്രഷർ എന്ത് ചെയ്യാണ്, കൂട്ടാണ്. പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറിനെ നമ്മൾ ചെറുതാക്കുകയാണ്, അതിൻ്റെ വോളിയം നമ്മൾ കുറക്കുകയാണ്. അപ്പോൾ ഇഫ് പ്രഷർ ഓഫ് ദ സിസ്റ്റം ഇൻക്രീസ്ഡ് 2 times കീപ്പിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ദെൻ അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്. ദെൻ ഐഡൻറ്റിഫൈ കറക്റ്റ് ഒബ്സർവേഷൻ ഫ്രം ദ ഫോളോയിങ്. Volume of system increases, volume of system decreases ആണ്. The solid phase disappear completely, liquid phase disappears completely, the amount of ice disappears. ഇവിടെ ഏതാ equilibrium? നമ്മുടെ കയ്യിൽ ഐസ് ഉണ്ട്, വിച്ച് ഈസ് സോളിഡ്, ദെൻ വിച്ച് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ, അതായത് H2O ലിക്വിഡ്. ഓക്കെ, ദെൻ ഈ ഒരു കൺവേർഷൻ ഉള്ളത് ഇതൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ് അല്ലേ, ഇത് ഒരു ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്കറിയാം അക്കോർഡിംഗ് ടു ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ നമ്മൾ അവിടെ പറയുമ്പോൾ പ്രഷറിന് ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഗ്യാസസ് മോളിക്യൂൾ സെയിം ആണെങ്കിൽ, റിയാക്ടൻ്റ് നമ്പർ ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റ് സെയിം ആണെങ്കിൽ പ്രഷറിന് എഫക്റ്റ് ഇല്ല എന്ന് എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആകെ തലതിരിയുന്നൊരു കേസാണ്. അതായത് ഇവിടെ അതല്ല, ഇത് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ, ഇത്ര ആലോചിക്കേണ്ടുള്ളൂ, ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ the system alter the reaction, like system changes the reaction in a direction in which the maximum denser state, എവിടെയാണോ ഡെൻസിറ്റി കൂടുതലുള്ള സ്റ്റേറ്റ് അവിടേക്ക് ഇക്വിലിബ്രിയത്തിന് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഐസ് ആണോ വാട്ടർ ആണോ മോർ ഡെൻസർ?
ഐസ് ആണോ വാട്ടർ ആണോ മോർ ഡെൻസർ എന്ന് പറഞ്ഞാൽ ദ ആൻസർ ഈസ് വാട്ടർ. അതുകൊണ്ടാണല്ലോ ഐസ് ക്യൂബ് വാട്ടറിൽ എന്ത് ചെയ്യുന്നത്, പൊന്തി കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാട്ടർ ഈസ് മോർ ഡെൻസർ, ദിസ് വിൽ ബി മോർ ഡെൻസർ. അപ്പോൾ ഞാൻ പ്രഷർ കൂട്ടുമ്പോൾ ഏതാ നടക്കുക, ഡെൻസർ സ്റ്റേറ്റ്, ഡെൻസർ ഏതാണോ ഡെൻസർ കോമ്പണന്റ് അവനെ എന്ത് ചെയ്യും, കൂടുതൽ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അവൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏത് റിയാക്ഷൻ നടക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഞാൻ പ്രഷർ കൂട്ടുമ്പോൾ ബേസിക്കലി ഫോർവേഡ് റിയാക്ഷനാണ് ഉണ്ടാവുക, അതായത് ഐസ് കുറയും, വാട്ടർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഇവിടെ ലിക്വിഡ് ഫേസ് ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് എന്തായാലും തെറ്റാം. ഇത് തെറ്റാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതും തെറ്റാം. ദെൻ ദ amount of ice decreases, amount of ice decrease ചെയ്യും. ദെൻ ഇത് മേ ബി ആകാം the solid phase disappears completely, the solid phase disappears completely, അതായത് ഐസ് ഉണ്ടാവില്ല. അതിന് ഇത് രണ്ടും ഓക്കെ, ഇത് രണ്ടും ഫോർവേഡ് റിയാക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ്, ഇതിലേതാ കറക്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം ദ സോളിഡ് ഫേസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയേഴ്സ്. ദ റീസൺ ഈസ് ഇവിടെ പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm ആ. ആ 1 atm പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ഐസ് ആൻഡ് എന്താണ് നമ്മളുടെ ഈ പറയുന്ന വാട്ടർ ആണ്. അവിടുന്ന് ഞാൻ പ്രഷർ 2 times ഇൻക്രീസ് ചെയ്യുക, ചെറിയ ഇൻക്രീസ് അല്ല, 2 times ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പറയാൻ പറ്റും അവിടെയുള്ള എല്ലാ ഐസും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, വാട്ടർ ആയിട്ട്. ഇനി അതിന് കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് നോക്കാം, ഈ പറയുന്ന ഫേസ് ഡയഗ്രം നിങ്ങൾക്ക് നോക്കാം. അതായത് ഇവിടെ വാട്ടറിൻ്റെ കേസിൽ ഡയഗ്രം എങ്ങനെ വരിക, ഏകദേശം വരയ്ക്കുകയാണെങ്കിൽ ഡയഗ്രം എങ്ങനെ വരും, ഇപ്പോൾ നോക്കോ, ഇങ്ങനെ ഡയഗ്രം വരിക. ആൻഡ് ഹിയർ ദിസ് ഇസ് സോളിഡ് ഫേസ്, ദിസ് ഇസ് ലിക്വിഡ് ഫേസ്, ദിസ് ഇസ് ഗ്യാഷ്യസ് ഫേസ്. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ പഠിക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് പല ആൾക്കാർക്കും അത് ചിലപ്പോൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ ഡിലീറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് മെയിൻസിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അഡ്വാൻസ് സിലബസിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് വിചാരിച്ചാൽ ഒരു 273.15, 273.15. ദിസ് ഇസ് ടെമ്പറേച്ചർ ആൻഡ് ഹിയർ ഇറ്റ് ഇസ് പ്രഷർ. ആൻഡ് അതാ ഈ ഒരു പ്രഷറിൽ നമുക്കിത് പറയാം ഇത് 1 atm ആണ്. അപ്പോൾ ഈ പ്രഷറിൽ നോക്ക് ലിക്വിഡും സോളിഡും എന്ത് ചെയ്യുന്നുണ്ട്, കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇതാണെങ്കിൽ ലിക്വിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യും, ഇവിടെ ആണെങ്കിൽ സോളിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ലിക്വിഡും ഗ്യാസും കോ എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ടെമ്പറേച്ചർ ഞാനിവിടെ നിലനിർത്തിയിട്ട് തന്നെ ഞാൻ പ്രഷറിനെ എവിടെ കൊണ്ടുപോവാണ്, ഒരു 2 atm കൊണ്ടുപോവാണ്. അപ്പോൾ പ്രഷറിന് 2 atm കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത് നോക്ക്, ഈ പോയിന്റിൽ ലിക്വിഡും സോളിഡും കോ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഈ പോയിന്റിൽ ആര് മാത്രമേ എക്സിസ്റ്റ് ചെയ്യണുള്ളൂ, ലിക്വിഡ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യണുള്ളൂ. അവിടെയുള്ള എല്ലാ സോളിഡും എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്തു. ദ സോളിഡ് ഫേസ് ഡിസപ്പിയേഴ്സ് കംപ്ലീറ്റ്ലി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ ഫോർമേഷൻ എൻതാൽപ്പി ഡെൽറ്റ H ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം, gaseous atom and oxygen gaseous atom are 220 and 250 respectively at 298.15 Kelvin, and delta H formation of water is minus 242 kilojoule per mole at the same temperature. The average bond enthalpy of the OH bond in water at 298.15 Kelvin is എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പറയുന്ന H2 2 ബോണ്ട് എനിക്ക് എന്ത് ചെയ്യണം, പൊട്ടിക്കണം. 2 ബോണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് ഓക്സിജൻ ആൻഡ് 2 ഹൈഡ്രജൻ ആറ്റം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ആറ്റം ബ്രിഡ്ജ് ഇപ്പം തന്നെ കിട്ടി, ഒരു ഓക്സിജൻ ആൻഡ് ഒരു ഹൈഡ്രജൻ ആറ്റം. ഇതാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് വാട്ടറിന് എൻതാൽപ്പി ഫോർമേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് അക്കോർഡിംഗ് ടു വാട്ടറിന് എൻതാൽപ്പി ഫോർമേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാം അല്ലേ, ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് H2 പ്ലസ് half O2 gives H2 and this enthalpy is equal to minus 242. then hydrogen H2 നെ ഞാൻ എന്താക്കണം, 2 ഹൈഡ്രജൻ ആറ്റം ആക്കി മാറ്റണം. ആൻഡ് O2 നെ എനിക്ക് എന്താക്കണം, 2 O2 ആക്കാൻ പറ്റില്ല, ഒരു ഓക്സിജൻ ആക്കണം. ഇത് ഗ്യാസ്, ആൻഡ് H2ൻ്റെ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് H2 എന്ന് പറഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു എത്രയാടാ, 220 ആണ്. സോറി, എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് H2 അല്ല, ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 220. അങ്ങനെയാണെങ്കിൽ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ഇരട്ടി വേണ്ടി വരും. അപ്പോൾ എത്ര വേണ്ടി വരും, 440. ഇനി ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടാക്കാൻ വേണ്ടി 250 മതി, അപ്പോൾ ഇരട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ദിസ് ഇസ് 250. ദെൻ 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ എത്രയുടെ കിട്ടുക, ദ ആൻസർ ഈസ് 2 ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ H2O. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. അതായത് H2O പൊട്ടിച്ച് ദ ബോണ്ട് എൻതാൽപ്പി ഓഫ് ഇതാണ് നമുക്ക് വേണ്ട എനർജി. തിരിച്ചെയ്താ ഇതാണ് നമുക്ക് വേണ്ട എനർജി. യെസ് ആണോ?
H2 നെ പൊട്ടിച്ച് 2 ഹൈഡ്രജൻ ആറ്റം ഒരു ഓക്സിജൻ ഗ്യാഷ്യസ് ആറ്റം ആക്കണം. ആൻഡ് ദിസ് എനർജി ഈസ് ഈക്വൽ ടു എക്സ്. ഈ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 OH ബോണ്ട് പൊട്ടിക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ 2 OH ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജിയാണ് എക്സ്. അപ്പോൾ നമ്മുടെ ആൻസർ അതിൻ്റെ എത്ര ആയിരിക്കും? പകുതി ആയിരിക്കും. നമുക്ക് ആകെ ഒരു OH ബോണ്ട് പൊട്ടിക്കാനുള്ള ആവറേജ് എൻതാൽപ്പിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു SS ലോ നമുക്ക് പറയാം ഇത് ഒറ്റ സ്റ്റെപ്പ് റിയാക്ഷൻ. ദെൻ ഒരു മിനിറ്റ്, ഇതിലിപ്പോൾ ഏതാ ഒറ്റ സ്റ്റെപ്പ് പറയാം? ഓക്കെ വെയിറ്റ്, ഇതൊരു സ്റ്റെപ്പ് പറയാം, ദെൻ ഇത് വേറെ സ്റ്റെപ്പ് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം അല്ലേ? ഇത് ഒരു സ്റ്റെപ്പ്, ദെൻ ഇത് വേറെ സ്റ്റെപ്പ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പറയാം. ഓർ നമുക്ക് തിരിച്ചതാ ഇതിനെ ഇങ്ങനെ തന്നെ എഴുതാം, ഇങ്ങനെ ആരോ മാർക്ക് തിരിച്ച് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് എടുത്താൽ മതി, അതിന് നെഗറ്റീവ് എടുത്താൽ മതി. ഇത് എക്സ് തന്നെയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ -242 വിച്ച് വിൽ ബി ഈക്വൽ ടു 440 പ്ലസ് 250 പ്ലസ് എക്സ്, ആൻഡ് ഹിയർ എക്സ് ഈക്വൽ ടു -242 പ്ലസ് ആണ്. പ്ലസ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എത്ര വരും ഇടാം? 440. അപ്പോൾ 290, 690 വരും. 690 ആൻഡ് 242, അപ്പോൾ 890, 932 -932. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ -932 ആണ്. ആൻഡ് നമുക്കറിയാം ഇത് മൈനസ് ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് പ്ലസ് ആവും. അപ്പോൾ എക്സ് ഈക്വൽ ടു നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് നമ്മൾ എത്ര എടുത്തു? 932 എടുത്തു. ഇത് 2 OH ബോണ്ടിൻ്റെ എനർജിയാണ് 932. അപ്പോൾ ഒരു OH ബോണ്ടിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ 932 ഡിവൈഡഡ് ബൈ എത്രയാടാ? 2 ആണ്. ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 466 വരിക, 466. ഓക്കെ, 466 വരും. സോ ദ ആൻസർ ഈസ് 466. യെസ്. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റിലൂടെ നടക്കുകയാണ്. Jan 28 ഷിഫ്റ്റ് 2ൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കേസ് 1, കേസ് 2, കേസ് 3 എന്ന് പറഞ്ഞിട്ട് 3 ഡയഗ്രം തന്നിട്ടുണ്ട്. പ്രഷർ വോളിയം ഗ്രാഫാണ്. ഓക്കെ, 3 പ്രഷർ വോളിയം ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോസ് എ cyclic transformation starting from a point A and coming back to the same point by tracing the path A, B, C, D to A as shown in the 3 cases above. Choose the correct option regarding delta U. Internal energy change ചോദിച്ചിരിക്കുന്നു. Then ഇത് നമുക്ക് ഭയങ്കര പണിയാണ്, കാരണം ഒരു പണിയുമില്ല. Internal energy is a state function which does not depend the path followed that particular chemical reaction. അതായത് ഇവരെല്ലാവരും നോക്ക്, ഒരു ഇനീഷ്യൽ പോയിന്റിൽ തുടങ്ങി അതേ പോയിന്റിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. അതായത് ഒരു സിസ്റ്റം വേറെ എവിടേക്കൊക്കെ പോയി തിരിച്ച് അതേ പോയിന്റിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ ദ ഇന്റേണൽ എനർജി ചേഞ്ച് ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഹെൻസ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു 0. അതായത് ഇവിടുത്തെ ഡെൽറ്റ യു 0 ആണ്, ഇവിടുത്തെ ഡെൽറ്റ യു അഗെയിൻ 0 ആണ്, ഇവിടുത്തെ ഡെൽറ്റ യു അഗെയിൻ 0 ആണ്. ബിക്കോസ് ദിസ് 3 കേസസ് ആർ cyclic. Okay, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു ഇൻ കേസ് 1 ഈക്വൽ ടു ഡെൽറ്റ യു ഇൻ കേസ് 2 ഈക്വൽ ടു ഡെൽറ്റ യു ഇൻ കേസ് 3. സോ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലൂടെ നടക്കാം. കൺസിഡറിംഗ് ദ ഫോളോയിങ് ഡേറ്റ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്, ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് H2O തന്നിട്ടുണ്ട്, ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്. ദ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ എത്രയാണെന്ന ചോദ്യം. ഒറ്റ റിയാക്ഷൻ മതി, കാരണം ഒറ്റ റിയാക്ഷൻ ഞാനിത് കൊണ്ടുപോകാൻ പോവാണ്, കാരണം നമുക്ക് കുറേ റിയാക്ഷനൊക്കെ എഴുതി സമയം കളയാനില്ല. ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ, ആ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് ബെൻസീൻ എന്ന് എഴുതിക്കുക. ആരാ ബെൻസീൻ? C6H6. ഇവൻ ആരായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനേറ്റ്. എന്താ പ്രൊഡക്റ്റ്? CO2 പ്ലസ് എന്താണ്? H2O. ഒന്ന് ബാലൻസ് ചെയ്തേ. ഇവിടെ 6 കാർബൺ, അപ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡ്, 6 ഹൈഡ്രജൻ, അതുകൊണ്ട് 3 H2O. ദെൻ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ 2 6 12 പ്ലസ് 3 15 ഓക്സിജൻ ആറ്റം ആണുള്ളത്. 15 ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 15/2 ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ഫോർ കമ്പഷൻ ഓഫ് ബെൻസീൻ. ഓക്കെ, ഇനി ബെൻസീൻ്റെ കമ്പഷൻ കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഈ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ -3267. ഇത് കണ്ടുപിടിക്കാൻ ഈ -267 കണ്ടുപിടിക്കാൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാൻ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എന്ത് ചെയ്താൽ മതി? റിയാക്ടന്റ് ചെയ്താൽ മതി. അപ്പോൾ ദിസ് ഈസ് ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ വിച്ച് വിൽ ബി ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ്
sum of enthalpy of formation of reactant, and here this is equal to product എന്ന് പറഞ്ഞാൽ ആരാടാ 6 into delta H formation of carbon dioxide plus 3 into delta H formation of water minus delta H formation of C6H6 plus 15/2 into delta H formation of O2. But in case of O2 it's equal to 0 because enthalpy of formation of a element ഒരു റെഫറൻസ് സ്റ്റേറ്റിൻ്റെ enthalpy of formation എന്ത് തന്നെയാണ് 0 തന്നെയാണ്. അപ്പോൾ അതെടുക്കണ്ട. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് the heat of formation of benzene ആണ്. അതിന് ഞാൻ ഇപ്പുറത്ത് കൊടുത്തു delta H formation of C6H6 equal to 6 into delta H formation of carbon dioxide minus 393.5 plus 3 into enthalpy of formation of water മൈനസ് 286. ദെൻ ഈ പറയുന്ന ഡെൽറ്റ എച്ച് റിയാക്ഷൻ മൈനസ് ആണ്, അത് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 3267 ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ 393 ഇൻറ്റു 6 അപ്പോൾ 4 12 24 24 24 4 32 3200 എന്ന് വെച്ചാൽ 3267 വരും പ്ലസ് 286 ഇൻറ്റു 3 18 24 25 2 3 6 361 പ്ലസ് 3267 പ്ലസ് മൈനസ് 858 മൈനസ് 3000 ഉണ്ടാവില്ലല്ലോ 6 2000. ഓക്കെ, 2361. ഓക്കെ, 67 മൈനസ് 67 19 പോയി കഴിഞ്ഞാൽ ബാക്കി 48. ഓക്കെ, ദ 48 ഈസ് ദ റൈറ്റ് ആൻസർ. ദ ആൻസർ ഈസ് 48. ഓക്കെ, ദെൻ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് എന്ത് SS ലോ പ്രകാരം ഇക്വേഷൻ നമ്പർ ഇട്ട് നേരത്തെ ചെയ്തൊക്കെ പോലെ ചെയ്യാം. ബട്ട് ഇതാണ് കുറച്ചും കൂടി പെട്ടെന്ന് ആൻസറിലെത്തുക. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 Jan 29 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ ആക്ച്വലി ഇവിടെ ഒരു 500 ഉണ്ട്, മിസ്സായി പോയത്. ഓക്കെ, 500 joule of energy is transferred. 500 joule of energy is transferred as heat to 0.5 mole of argon gas at 298 Kelvin and 1 atm pressure. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ആർഗൺ ഗ്യാസ് ആണ്, 0.5 മോളാണ് ആർഗൺ ഗ്യാസ് ഉള്ളത്. ദെൻ ദ ഫൈനൽ ടെമ്പറേച്ചർ ആൻഡ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി റെസ്പെക്റ്റീവ്ലി ആർ എന്നാണ് ചോദ്യം. ആറിൻ്റെ വാല്യൂ 8.3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് വിച്ച് ഇസ് Q ആൻഡ് ഇത് ഒരു കോൺസ്റ്റന്റ് വോളിയത്തിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ബിക്കോസ് ഇവിടെ ടെമ്പറേച്ചറും പ്രഷറേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു QV ആൻഡ് QV ഈക്വൽ ടു 500. ദെൻ QVനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെൽറ്റ U, ഇന്റേണൽ എനർജി ചേഞ്ച്. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച് എത്ര തന്നെ? 500 തന്നെ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് 500 ആണെങ്കിൽ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡെൽറ്റ ടി ആണ്. അതായത് ദ ഇക്വേഷൻ QV അഥവാ ഡെൽറ്റ U ഈക്വൽ ടു NCV ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പോവാം. അപ്പോൾ നമുക്കിവിടെ ബാക്കി എല്ലാം അറിയുന്നതാണ്. N അറിയാം 0.5 മോളാണ്. ആൻഡ് ഡെൽറ്റ U ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 500 ആണ്. ആൻഡ് ഡെൽറ്റ ടി CV ആണ് കണ്ടുപിടിക്കേണ്ടത്. CV ഓഫ് മോണോ അറ്റോമിക് ഗ്യാസ്. ഇതാരാണ്? ആർഗൺ അല്ലേ? ആർഗൺ ഈസ് എ മോണോ അറ്റോമിക് ഗ്യാസ്. മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ CV എന്ന് പറഞ്ഞാൽ 3/2 എന്താണ്? 6 ആണ്. ദെൻ 3/2 6 ആണെങ്കിൽ അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. അതായത് ദിസ് ഈസ് ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ U ഡിവൈഡഡ് ബൈ NCV. ആൻഡ് ഡെൽറ്റ U എത്രയാടാ? 500. ദെൻ ഡിവൈഡഡ് ബൈ N എത്രയാ? 0.5 അല്ലേ? 0.5 മോള്. അപ്പോൾ 1/2. ഓക്കെ, ഇൻറ്റു CV എത്രയാ? CV 3/2 ഇൻറ്റു 6 എത്രയാടാ? 8.3. ഓക്കെ, ദെൻ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇത് എത്രയാടാ? 1000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ഇത് എത്രയാ? 3/8
24.9 അപ്രോക്സിമേറ്റ്ലി എത്ര തന്നെ 24.9 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 25 തന്നെ. അപ്പോൾ 25 ആകുമ്പോൾ ഇവിടെ 4 40 2 4 ഒരു 80ൻ്റെ അടുത്ത് ആൻസർ കിട്ടും. എസ് ആണോ അല്ലേ? 80ൻ്റെ അടുത്തുള്ള ആൻസർ കിട്ടുക. 25 ആണെങ്കിൽ നോക്കടാ, 25 ആണെങ്കിൽ 4 25 അപ്പം 40 ഇത് 80. ഓക്കെ, 80 കെൽവിൻ ആണ്. ഡെൽറ്റ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി 80 കെൽവിൻ. പക്ഷെ നമുക്ക് വേണ്ടത് ഡെൽറ്റ ടി അല്ല, ഫൈനൽ ടെമ്പറേച്ചർ ആണ്. എങ്ങനെ ഫൈനൽ ടെമ്പറേച്ചർ? ടി എഫ് മൈനസ് ടി ഐ വിച്ച് വിൽ ബി ഈക്വൽ ടു 80. അപ്പോൾ ടി എഫ് ഈക്വൽ ടു 80 പ്ലസ് ടി ഐ. എത്രയുടെ ടി ഐ വരുന്നത്? 298, അപ്രോക്സിമേറ്റ്ലി 300. അപ്പോൾ ഒരു 378 കെൽവിൻ്റെ അടുത്ത് വരും. എസ് ആണോ? 378 കെൽവിൻ്റെ അടുത്ത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ 378 കെൽവിന് ആൻഡ് 500 ജൂൾ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ജാൻ 29 ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായി. നോക്കിക്കോ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിലെ ഈ സെഷനിൽ ചോദിച്ചിട്ടുള്ള. ഇഫ് കാർബൺ ഡയമണ്ട് ഗീവ്സ് കാർബൺ ഗ്രാഫൈറ്റ്, ദെൻ കാർബൺ ഗ്രാഫൈറ്റ് ആവുമ്പോൾ ഉള്ള എനർജി എന്ന് പറഞ്ഞാൽ എക്സ് കിലോ ജൂൾ ആണ്. ആൻഡ് ഹിയർ ദ ഡെൽറ്റ എച്ച് ഈക്വൽ ടു -x. നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ? കാരണം എനർജി റിലീസസ് ആണ്, ഇറ്റ് ഈസ് എക്സോതെർമിക്. ആൻഡ് കാർബൺ ഡയമണ്ട് പ്ലസ് ഓക്സിജൻ പ്ലസ് O2 ഗീവ്സ് CO2. ആൻഡ് അവിടുത്തെ ഡെൽറ്റ എച്ച് ഈക്വൽ ടു -y ആണ്. ദെൻ അടുത്തത് കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗീവ്സ് CO2. അവിടുത്തെ ഡെൽറ്റ എച്ച് ഈക്വൽ ടു -z ആണ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ദെൻ എക്സും വൈയും സെഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവന്മാർ എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. ആൻഡ് ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 3 ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇവിടെ കാർബൺ ഡയമണ്ടിന് നമുക്ക് റിയാക്ടൻ സൈഡിൽ തന്നെ വേണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2നെ എനിക്ക് റിയാക്ടൻ സൈഡിൽ തന്നെ വേണം. ആൻഡ് കാർബൺ ഗ്രാഫൈറ്റിന് എനിക്ക് പ്രൊഡക്റ്റ് സൈഡിൽ വേണം. അപ്പോൾ ഇക്വേഷൻ നമ്പറിനെ ഞാൻ നേരെ എന്ത് ചെയ്യുന്നു? ഇൻവേഴ്സ് എടുക്കുന്നു. ഇറ്റ് ഇസ് -3. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2ന്ന് നമ്മൾ 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2ന്ന് 3 കുറക്കുക. 2ന്ന് 3 കുറക്കുക എന്ന് പറഞ്ഞാൽ ഇതും പോവും, O2 പോവും, ഇത് ഈക്വൽ ടു ഇത് കിട്ടും. ഓക്കെ, ദെൻ അന്നേരം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനിൽ -x എന്ന് എഴുതാം. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് -y. ആൻഡ് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -z. ഓക്കെ, ദെൻ അപ്പോൾ ഈ റിലേഷൻഷിപ്പാണ് നമുക്ക് കിട്ടേണ്ടത്. -x ഈക്വൽ ടു -x ഈക്വൽ ടു z -y. -x ഈക്വൽ ടു z മൈനസ് എന്താണ്? y ഈസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെ ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? x ഈക്വൽ ടു z -y ഇതല്ല, കാരണം -x ആണ്, ഇത് z -y ആണ്. x ഈക്വൽ ടു ഇതും വരില്ല. ദെൻ -x ഈക്വൽ ടു y പ്ലസ് z വരില്ല, -y പ്ലസ് z ആണ്. അപ്പോൾ ആൻസർ 4 ആണ്. കറക്റ്റ് അല്ലേ? നമുക്ക് നോക്കാം. ഇതിനെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x ഈക്വൽ ടു y മൈനസ് z. ഓക്കെ, ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് വീണ്ടും അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ. ഓക്കെ.